ഈ സതീശനെ ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം സതീശനെ പോലെ ഇത്രയും വലിയൊരു ചപ്പടാച്ചി പ്രതിപക്ഷ നേതാവ് എല്ലാ സമുദായങ്ങളുടെയും അടുത്ത് പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിറങ്ങില്ല എന്ന് ഗിർവാണം അടിക്കുന്ന വി.ഡി. സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഏത് സമുദായം വിശ്വസിക്കാനാണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബി.ജെ.പി. എന്താണെന്ന് അറിയുന്നവരാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതായത് അവിടെ മതപരമായാലും വീടുകളായാലും. എന്തായാലും കോൺഗ്രസിനേക്കാൾ വിശ്വാസം, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ്റെ കോൺഗ്രസിനേക്കാൾ മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ വിശ്വാസം ഞങ്ങളുടെ ഒരു അറിവ് അല്ലെങ്കിൽ ബോധ്യം അനുസരിച്ച് ബി.ജെ.പിയോടാണ്. ഈ സതീശനെ ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം സതീശനെ പോലെ ഇത്രയും വലിയൊരു ചപ്പടാച്ചി പ്രതിപക്ഷ നേതാവ് എല്ലാ സമുദായങ്ങളുടെയും അടുത്ത് പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിറങ്ങില്ല എന്ന് ഗിർവാണം അടിക്കുന്ന വി.ഡി. സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഏത് സമുദായം വിശ്വസിക്കാനാണ്? ഞാനിപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും അതുപോലെ മുരളീധരനായാലും അതുപോലെ കോൺഗ്രസിൻ്റെ ഈവൻ രമേശ് ചെന്നിത്തല ആയിരുന്നപ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു അനാദരവ് ഒരു സമുദായത്തോടും കാണിച്ചിട്ടില്ല. പക്ഷേ സതീശനെ പോലെ ഒരു അഹങ്കാരിയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നാട് എല്ലാവരും ചേർന്ന ഒരു നാടാണ്. എല്ലാ ആവശ്യവും നേടിയെടുത്തതിന് ശേഷം വോട്ട് കിട്ടാനുള്ള എല്ലാ നാണം കെട്ട പണിയും എടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിറങ്ങുന്നവനല്ല എന്ന് പറയുന്ന വി.ഡി. സതീശൻ്റെ വാക്കുകൾക്ക് ആരാണ് കേരളത്തിൽ മറുപടി കൊടുക്കുന്നത്? ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് സതീശനുള്ളതിനേക്കാളും കോൺഗ്രസിനുള്ളതിനേക്കാളും വിശ്വാസ്യതയും പിന്തുണയും ബി.ജെ.പിക്ക് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ട്.